Hello, welcome back to my channel. ഇന്ന് ഞാൻ രണ്ട് കോട്ടൺ കുർത്ത മെറ്റീരിയലാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എംബ്രോയിഡറി ഡിസൈൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇത് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അതുപോലെ ഇത് കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമ്മർ സീസണിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ മെറ്റീരിയൽ ഒരു ഗ്രേപ്പ് കളറിലുള്ള ഒരു മെറ്റീരിയലാണ്. ഇതിനകത്ത് നമ്മൾ ലാവൻഡർ കളർ ത്രെഡ് യൂസ് ചെയ്താണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് അതുപോലെ നമ്മൾ വൈറ്റ് ബീഡ്സ് യൂസ് ചെയ്തിട്ട് ആ ഫ്ലവറിനൊരു ഹൈലൈറ്റും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വർക്ക് നമ്മൾ നെക്ക് ലൈൻ ഫുൾ കവർ ചെയ്യാതെ, അതായത് റൗണ്ടായിട്ട് ചെയ്യാതെ ഒരു സൈഡിൽ നിന്ന് വരുന്നത് പോലെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫ്ലോ കറക്റ്റായിട്ട് ഇങ്ങനെ അറിയാൻ വേണ്ടി നമ്മൾ രണ്ട് ലെയറും രണ്ട് ലെങ്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതായത് രണ്ടാമത്തെ ലെയർ ഫസ്റ്റ് ലെയറിനേക്കായി കുറച്ചുകൂടെ ഇങ്ങനെ മുമ്പോട്ട് നിൽക്കുന്നത് പോലെയുള്ളൊരു പാറ്റേണിലാണ് നമ്മൾ ആ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ നെക്ക് പോർഷനിൽ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഏകദേശം ആ നെക്കിൻ്റെ മെഷർമെൻറ്റ് ഈ ഒരു മെറ്റീരിയലിൽ സ്കെച്ച് ചെയ്തതിന് ശേഷമാണ് ആ ഒരു നെക്കിൻ്റെ ആ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ വർക്ക് നെക്ക് പോർഷനിൽ വരും. അതെങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് ഒരു 43-44 ചെസ്റ്റ് സൈസ് ഉള്ള ആൾക്ക് വരെയും തയ്ക്കാവുന്ന ഒരു വലുപ്പം ഇട്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നെക്ക് മാർക്ക് ചെയ്ത് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു മെറ്റീരിയൽ 2.5 മീറ്ററാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല നീളത്തിൽ ഓൾമോസ്റ്റ് നമുക്കൊരു 45-50 വരെ പോലും ലെങ്ത് ഇടാവുന്ന പോലെ ഈ ഒരു മെറ്റീരിയലിന് ലെങ്ത് കിട്ടും. അത്രയും നല്ല ലെങ്തിൽ തന്നെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് കുർത്ത തയ്ക്കാൻ പറ്റും. അതുപോലെ ഇത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിന് ലൈനിങ് നിർബന്ധമല്ല. പിന്നെ ഇത് കൂടുതൽ നാൾ ലാസ്റ്റ് ചെയ്യാനായിട്ട് ലൈനിങ് ഇട്ട് വേണമെങ്കിലും തയ്ക്കാം. ഈ മെറ്റീരിയൽ റെഡി ഫോർ സെയിലാണ്. ആർക്കെങ്കിലും ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ വില 550 രൂപയാണ്, 550 റുപ്പീസാണ്. അടുത്തൊരു ബ്രൗൺ കളറിലെ ഒരു മെറ്റീരിയലാണ്. ഇതും കോട്ടൺ ഫാബ്രിക് തന്നെയാണ്. ഇതൊരു ഭയങ്കര ഒരു ഡാർക്ക് ബ്രൗൺ അല്ല, കുറച്ചെന്നാൽ ഒരു നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ്. ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് കുറച്ച് സ്റ്റെമ്മും ഫ്ലവേഴ്സും ഒക്കെ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഇതൊരു ഓൾമോസ്റ്റ് ഒരു 4 ഇഞ്ച് ഓളം രീതിയിലാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മളിത് ചെയ്തിരിക്കുന്നത് നെക്ക് ലൈനിലല്ല, പകരം ഒരു യോക്ക് പോർഷനിൽ നിന്ന് മുകളിലോട്ട് വരുന്ന പോലെയാണ് ഈ ഒരു വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നെക്ക് ലൈൻ കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങി വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു മെഷർമെൻറ്റ് 14 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ വർക്കിന് വേണ്ടി. നോർമലി എല്ലാവരുടെ ഒരു സൈസിൽ 14 ഇഞ്ച് എന്നായിരിക്കും ഒരു യോക്ക് പോർഷൻ വരുന്നൊരു മെഷർ തുടങ്ങുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡിസൈൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. അതായത് നമ്മൾ ചെസ്റ്റിൻ്റെ സെൻട്രൽ പോർഷൻ കവർ ചെയ്യുന്ന പോലെ ആയിരിക്കും ഈ ഒരു വർക്ക് വരുന്നത്. നമ്മൾ ഈ ഒരു വർക്ക് യോക്ക് പോർഷനിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ നെക്ക് ഡിസൈൻസ് ഈ ഒരു കുർത്തയ്ക്ക് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്താണ് സ്റ്റെംസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ ലേസി സ്റ്റിച്ച് യൂസ് ചെയ്ത് ഫ്ലവേഴ്സും അതിനൊരു ഹൈലൈറ്റ് കൊടുക്കാനായിട്ട് നമ്മളൊരു ബ്രൗൺ കളറിലെ ഫ്രഞ്ച് നോട്ട്സുമാണ് ഇതിന് നടുക്ക് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ മെറ്റീരിയലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിനകത്തും നമ്മൾ മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്തിരിക്കുന്നത്. അതുപോലെ ഇതും 2.5 മീറ്റർ തന്നെയാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ലെങ്തിൽ തന്നെ നമുക്ക് ഈ ഒരു കുർത്തയും തയ്ച്ചെടുക്കാവുന്നതാണ്. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കളർ കോമ്പിനേഷൻ അത്ര കോൺട്രാസ്റ്റിംഗ് ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കുർത്ത ഈസി ആയിട്ട് ഓഫീസ് വെയർ ആയിട്ടോ ഫോർമൽ വെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ ഒരു വർക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ഇതിൻ്റെ സെയിം കളർ ബോട്ടമായിട്ട് പെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ഏത് എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്ത കുർത്താസ് ആണെങ്കിലും സൽവാറൊക്കെ ആണെങ്കിലും സെയിം കളർ ബോട്ടവും ഷോളും യൂസ് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു വർക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. ഇപ്പം നമ്മൾ ഈ ഒരു കുർത്തയുടെ കൂടെ വൈറ്റ് കളർ ബോട്ടം ഇടുവാണെങ്കിൽ ആ ഒരു വൈറ്റ് കളർ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് വർക്കിന് അത്രയും ഹൈലൈറ്റ് വരാതെ വരും. അതേസമയം നമ്മൾ ഈ ഒരു ബ്രൗൺ കളർ ബോട്ടവും ബ്രൗൺ കളർ ഷോളും ഇടുമ്പം ഇതിനകത്ത് വർക്ക് മാത്രം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സെയിം ബോട്ടമായിട്ട് പെയർ ചെയ്യുന്ന ഏറ്റവും നല്ലത്. നല്ല ലെങ്തിൽ ഈ ഒരു കുർത്ത സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ട് ഇതിൻ്റെ കൂടെ ഈ സെയിം കളറിലുള്ള പെൻസിൽ ബോട്ടോ ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു എലഗൻ ലുക്കായിരിക്കും. ഈ ഒരു മെറ്റീരിയലും റെഡി ഫോർ സെയിലാണ്. ആർക്കെങ്കിലും ഇത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതിൻ്റെ പ്രൈസ് 650 റുപ്പീസാണ്, 650 രൂപയാണ്.
എൻ്റെ ലാസ്റ്റ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒത്തിരി പേര് കമൻസ് ആയിട്ടും മെസ്സേജസ് ആയിട്ടും ഒക്കെ എന്നെ ഇൻഫോം ചെയ്തു. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ. അതുപോലെ ഇന്ന് ഈ കാണിച്ച വർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി ഇതുപോലെയുള്ള വർക്കൊക്കെ കാണാൻ വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം.